ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഓണമൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈവനിങ്ങിൽ ഓർത്തു നമ്മുടെ പെട്ടി പൊട്ടിക്കൽ കർമ്മ അങ്ങ് നിർവഹിക്കാവുന്നു. അപ്പം ഞങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുവന്നത്, എല്ലാവർക്കും എന്തൊക്കെയാണ് കൊടുക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. ഞങ്ങളുടെ തുണിയും പിന്നെ ഇങ്ങോട്ടോ ഇവർക്ക് കൊണ്ടുവന്ന സാധനങ്ങളും എല്ലാം മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വെയിറ്റ് നോക്കി എല്ലാത്തിനും വെയിറ്റ് കറക്റ്റ് ആക്കണമല്ലോ. ഞങ്ങൾക്ക് 23 kg കൊണ്ടുവരാവുന്നത്, അതായത് 50 പൗണ്ട്. അങ്ങനത്തെ ഒരാൾക്ക് 50 പൗണ്ടിൻ്റെ 2 പെട്ടിയും പിന്നെ ഒരു ഹാൻഡ് കാരിയും പിന്നെ നമുക്കൊരു ബാക്ക് പാക്ക് പോലെ ഒരു കുഞ്ഞു ബാഗും കൊണ്ടുവരാം. അങ്ങനെയാണ് പെർ പേഴ്സൺ കൊണ്ടുവരാവുന്നത്. യു എസിലോട്ട് കൊണ്ടുപോകുന്നത്, യു എസിൽ നിന്ന് കൊണ്ടുവരുന്നതും അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ വെയിറ്റ് കറക്റ്റ് ആക്കാൻ വേണ്ടി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിരിക്കുകയാണ്. ഞങ്ങളുടെ തുണിയും ഇങ്ങോട്ടുള്ള സാധനങ്ങളും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് അവിടെ നിന്ന് അറിയാമല്ലോ, തുണിയൊന്നും അധികം കൊണ്ടുവരാനൊക്കത്തില്ല. അവിടെ എല്ലാവരും പാൻറ്റും ഒക്കെ ഇടുന്നതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും സാരിയും ചുരിദാറൊക്കെ അല്ല. അതൊക്കെ നമുക്ക് നമ്മുടെ കോട്ടയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിക്കാം. അത് കാരണം നമ്മൾ അങ്ങനെയൊന്നും കൊണ്ടുവന്നിട്ടില്ല, കാര്യമായിട്ട് ഒത്തിരിയൊന്നും ഇല്ല. പിന്നെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു. ഇനി നമ്മൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുവരണമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ 4 പെട്ടിയിലും 2 ഹാൻഡ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഗായ്സ്, ഇവിടെ പെട്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ പെട്ടി ഇതാണ്. ഇത്രയും സാധനം. ഇത് ഞാൻ എൻ്റെ ചേച്ചിക്ക് ഒരു ബാഗ് കൊണ്ടുവന്നതാണ്. ഇത് അമ്മക്കുട്ടിക്കൊരു ബാഗ്. ഇത് കുഞ്ഞാപ്പിക്ക് നോ മോർ ടിയേഴ്സിൻ്റെ, നമ്മുടെ ബേബീസിൻ്റെ സ്മോൾ കിഡ്സിൻ്റെ ഒരു ഷാമ്പൂ. ഇത് അമ്മയ്ക്കൊരു ലൈറ്റ് വെയ്റ്റിൻ്റെ അയൺ ബോക്സ്. ഇതെൻ്റെ ബ്രദറിനൊരു വാലറ്റ്. ഇത് എൻ്റെ സിസ്റ്ററിനോയ്ക്ക് ഒരു ബാഗ്. ഇതൊക്കെ ചുമ്മാ എൻ്റെ ചേച്ചിക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇഷ്ടമാണ്, അതുകൊണ്ട് കൊണ്ടുവന്നു. ഇത് ഷേവിങ് ജെൽ ബ്രദറിന്. പിന്നെ ഇവിടെ കുറച്ച് സോക്സ് അമ്മക്കുട്ടിക്ക്. ഇത് കുഞ്ഞാപ്പിക്ക് ഒരു സ്വെറ്റർ. ഓക്കെ, പനിയൊക്കെ വരുമ്പോൾ തണുപ്പത്തൊക്കെ ഇടാൻ സ്വെറ്റർ. ഇത് അമ്മക്കുട്ടിക്കൊരു സ്വെറ്റർ. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ ഇത് അമ്മക്കുട്ടിക്ക് ചുമ്മാ ഒരു ഷിമ്മി, കുഞ്ഞാപ്പിക്ക് ഒരു ഷിമ്മി പോലെ ഒരെണ്ണം. ഷിമ്മിയാണ് ശരിക്കും. ഇതെൻ്റെ ബ്രദറിനൊരു ടീഷർട്ട്. ഇതെല്ലാം നമ്മളിങ്ങനെ മിക്സ് ചെയ്തൊക്കെയാണ് ആയിട്ടിരിക്കുന്നത്. ഇത് കുഞ്ഞാപ്പിക്കൊരു ടീഷർട്ട്. നമുക്കൊരു ടോയ്. ഇതൊരു ബെഡ്ഷീറ്റ്. ആർക്കെങ്കിലും ചേച്ചിക്കോ ആങ്ങളയ്ക്കോ ആർക്കെങ്കിലും എടുക്കാം ഒരു ബെഡ്ഷീറ്റ്. ഇല്ലാത്തതൊന്നും ഇല്ല. ഇതും കുഞ്ഞാപ്പിക്ക് ഒരു ടോയ് മേടിച്ചാണ്. രണ്ടായിരുന്നു ഹോപ്പർ. ഇങ്ങനെ ഇരിക്കുന്ന ഇങ്ങനത്തെ ഒരു ടോയ്. ഇതൊക്കെ പിന്നെ ഞങ്ങളുടെ തുണിയാണ്. ഇത് കുറച്ച് തംസ് ഗ്യാസിൻ്റെ. പിന്നെ ഇത് ടൈലിനോട് പനിയുടെ മെഡിസിൻ. ഇത് ഈസ്റ്റ്, എല്ലാവർക്കും കൂടെ ആയിട്ട് ഈസ്റ്റ്. ആർക്ക് വേണം ഈസ്റ്റ് അവർക്ക് എടുക്കാം, ഇന്നോർക്കൊന്നൊന്നുമില്ല. ഇതൊരു കോഫി കൊണ്ടുവന്നു. കോഫി ഇത്രയും കോഫി 4-5 എണ്ണം കൊണ്ടുവന്നു. കാരണം അമ്മയ്ക്ക് ഇത്രയും കോഫിയാണ് ഇഷ്ടം. അതിൻ്റെ ഒരു 6 ബോക്സ് എങ്ങാനുണ്ട്, പല പെട്ടികളിലായിട്ട്. അങ്ങനെ 5-6 ബോക്സ് ഉണ്ട്. കുഞ്ഞാപ്പിക്ക് ഒരു ടീഷർട്ട്. ഇതൊക്കെ കുഞ്ഞാപ്പിടിയാണ്. കുഞ്ഞാപ്പിക്ക് ഒരു 3/4. ഇതും അത് തന്നെ 3/4. ഇതൊക്കെ നമുക്കൊരു ഷോർട്ട്സും ഒരു ടീമില്ല. ഇതൊക്കെ ചുമ്മാ വീട്ടിടാനുണ്ട്. പിന്നെ ഇത് ഒരു ടീഷർട്ട് എൻ്റെ ബ്രദറിന്. ഇതൊരു ടീഷർട്ട്. ഇതൊരു ടീഷർട്ട്. ഇതൊരു ടീഷർട്ട്. ഇതൊരു ടീഷർട്ട്. ഇത് കുഞ്ഞാപ്പിക്ക് 2 ഷോർട്ട്സ്.
ഇതും ഡ്രൈ ഫ്രൂട്ട്സ് തന്നെ, ഞാൻ നേരത്തെ കാണിച്ച ഡ്രൈ ഫ്രൂട്ട്സ്. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ തുണിയാണ്. പേസ്റ്റ് ഇത് ഞങ്ങൾക്ക് വേണ്ടി തന്നതാണ്. ഇത് ഞാൻ കുഞ്ഞാപ്പിക്ക് കൊണ്ടുവന്ന ഒരു പാൻറ്റും 2 പാൻറ്റ് കുഞ്ഞാപ്പിയുടെ തുണികളാണ്. ഇത് കുഞ്ഞാപ്പിയുടെ പാൻറ്റ്. ഇതൊക്കെ ഞങ്ങളുടെ തുണികളാണ്. ഇതൊക്കെ ഞങ്ങളുടെ തുണികളാണ്. പേസ്റ്റൊക്കെ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. പിന്നെ ഞാൻ കുഞ്ഞാപ്പിക്ക് ഇത് കുറച്ച് ബ്രഷ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇന്നൊന്നും ആർക്കും കണ്ടെടുക്കാം. ഇത് കുഞ്ഞാപ്പിക്ക് കിഡ്സിൻ്റെ ബ്രഷ്. ഇതൊക്കെ കുറച്ച് റേസറുകളാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിനും അവരുടെയൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് കുറച്ച് റേസർ. അപ്പോൾ നമ്മുടെ ഒരു പെട്ടി ഡൺ. അപ്പോൾ നമുക്ക് അടുത്ത പെട്ടി ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ പെട്ടിയിൽ കുറച്ച് ക്യാൻഡി ഉണ്ട്. നമ്മുടെ സ്നിക്കേഴ്സ് ഒരു പാക്കറ്റ് കൊണ്ടുവന്നു. പിന്നെ ക്യുവിക്സിൻ്റെ 2 പാക്കറ്റ്. ഞങ്ങൾ ഇത്രയും ക്യാൻഡി കൊണ്ടുവന്ന് നമുക്കൊരു പാക്കറ്റിലോട്ട് കയറ്റാം. അപ്പോൾ ഇത് നിരന്ന് കിടക്കത്തില്ല. ഇത്രയും ക്യാൻഡി. പിന്നെ എൻ്റെ ഒരു സാരി, അത് ഡ്രൈ വാഷിന് വെക്കണം, അതിന് കൊണ്ടുവന്നാണ്. ഇതിനകത്ത് കൂടുതലും എൻ്റെ ഹസ്ബൻഡിൻ്റെ പെട്ടി ചെയ്ത് ഇതിനകത്ത് കൂടുതലും അങ്ങനത്തെ ഐറ്റംസാണ്. ഇതിനകത്ത് കുറച്ച് പ്ലേറ്റുകളൊക്കെ വാങ്ങിച്ചായിരുന്നേ, അതൊന്നും ഒന്നും കൊണ്ടുവരാൻ ഒത്തില്ല. അപ്പോൾ അവന് ഞങ്ങൾ 2 തന്നെ എടുത്തോണ്ട് പോകുന്നു. അപ്പോൾ ഗൈസ്, ഈ ബാഗിനകത്ത് പെയിൻ്റാണ്. ഇവിടെ ക്രയോൺസിൻ്റെ കുറച്ച്, ഇവിടെ കുറച്ച് കളർ പെൻസില്, പിന്നെ അവർക്ക് നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ കുറച്ച് പെന്ന്, പിന്നെ ഇവർക്ക് കുറച്ച് വാട്ടർ പ്രൂഫ് കുറച്ച് നല്ല പെയിൻറ്റുകളുണ്ട്. അതിൻ്റെ എല്ലാം ബ്രഷാണിത്. പിന്നെ അവർക്ക് ഞങ്ങൾ കുറച്ച് എക്സ്ട്രാ പെയിൻ്റ് കൂടെ വാങ്ങിച്ചു. അവർക്ക് പെയിൻറ്റിങ്സ് ഇഷ്ടമായി, അമ്മൂനും കുഞ്ഞാപ്പിക്കൊക്കെ. അപ്പോൾ തേണ്ട അവർക്ക് പെയിൻറ്റ് ഇത് പിന്നെ സ്കൂളിൽ കൊണ്ടുപോകേണ്ട പെന്ന്. അപ്പോൾ അത്രയാണ് ഇതിനകത്ത്. കാരണം ഇതിനകത്ത് പിന്നെ ഒരു വാസലീൻ എൻ്റെ ആങ്ങളൊക്കെ, പിന്നെ കുറച്ച് പേസ്റ്റൊക്കെ. പിന്നെ കൂടുതലും ഹസ്ബൻഡിൻ്റെ സാധനങ്ങളാണ്. ഇതുണ്ട് അമ്മയ്ക്ക് എൻ്റെ പെയിൻ റിലീഫ് ബാം. ഇങ്ങനത്തെ ഉണ്ട്, ഒരു 6-7 എണ്ണം ഉണ്ട് പല പെട്ടികളിലായിട്ട്. ഇത് പിന്നെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെയാണ്. ഹാൻഡ് സാനിറ്റൈസറും ലോഷനും ഒക്കെ ഉണ്ട്. നമ്മുടെ പെയിൻ റിലീഫ് സംഭവം. ഇതൊരു ഷാമ്പു, റൈസർ, ഷാമ്പു, നമ്മുടെ പെയിൻ റിലീഫ് ബാം. ഇതൊത്തിരി ഉണ്ട്, പല പെട്ടികളിലായിട്ടുണ്ട്, 5-6 എണ്ണം ഉണ്ട്. പിന്നെ ബാക്കിയല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ തുണികളാണ്. ഇതിനകത്ത് അത്രയൊക്കെ ഉള്ളൂ. ഇത് നമ്മുടെ നൈഫൊക്കെ മൂർച്ച കൂട്ടുന്ന ഷാർപ്പനർ. ഒരെണ്ണം അമ്മയ്ക്ക്, ഒരെണ്ണം ചേച്ചിക്കും. പിന്നെ നമ്മുടെ പെയിൻ റിലീഫ് പേസ്റ്റ്, നമ്മുടെ ഷാർപ്പനർ. ബാക്കിയെല്ലാം എൻ്റെ ഹസ്ബൻഡിൻ്റെ തുണിയാണ്. പിന്നെ കുഞ്ഞാപ്പിക്ക് എൻ്റെ സ്റ്റോറി ബുക്ക് വാങ്ങിച്ചേ. ഇങ്ങനത്തെ 2-3 എണ്ണം ഉണ്ടാവും സ്റ്റോറി ബുക്ക്. ഈ പെട്ടിക്ക് എത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, 3ാമത്തെ പെട്ടി ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് ആദ്യത്തെ സാധനം എന്ന് പറഞ്ഞാൽ കുറച്ച് ബോഡി സ്പ്രേ. എൻ്റെ ബ്രദറിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് ബോഡി സ്പ്രേ. പിന്നെ ഇത് എൻ്റെ പെട്ടിയാണ്, അതുകൊണ്ട് ഇതിനകത്ത് കൂടുതൽ എൻ്റെ ക്ലോത്ത്സാണ്. ഇത് അമ്മക്കുട്ടിക്ക് ഒരു ഷോർട്ട്സ്, പിന്നെ ഒരു കണ്ടീഷണർ. ഇതിനകത്ത് കൂടുതലും എൻ്റെ സാധനങ്ങളാണ്. ഇതൊരു കറിയൊക്കെ എടുക്കാൻ പറ്റിയൊരു പാത്രം. ഇത്രയും ഒത്തിരി ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് വെയിറ്റ് കൂടിയോണ്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. ഇതെല്ലാം എൻ്റെ പെട്ടിയാണ്, അപ്പം എൻ്റെ തുണികൾ അതിനകത്തെല്ലാം. അതിനകത്ത് കുറച്ച് അമ്മക്കുട്ടിയുടെ ടോപ്പുകളുണ്ട്. അമ്മക്കുട്ടിയുടെ ടോപ്പാണ്. ഓക്കെ, ടീഷർട്ടും ഉണ്ട്. പിന്നെ കാണിച്ചില്ലേ കണ്ടീഷണർ, ടീഷർട്ട് അമ്മക്കുട്ടിക്ക്, ടീഷർട്ട്. ബാക്കിയെല്ലാം ഈ പെട്ടിക്കകത്ത് എൻ്റെ തുണികളാണ്. പിന്നെ ഒരു റോസ് കാട്ടോടെ ഒരു വൈൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും എടുക്കാം. പിന്നെ ഇതെൻ്റെ സിസ്റ്ററിലേക്ക് ഒരു പെർഫ്യൂം, ഇതെൻ്റെ ബ്രദറിൻ്റെ ഒരു പെർഫ്യൂം.
പിന്നെ കുഞ്ഞാപ്പിയുടെ ടീഷർട്ട്, കുഞ്ഞാപ്പിക്ക് ഒരു ടോപ്പ്, കുഞ്ഞാപ്പിക്ക് ഒരു ടീഷർട്ട്, ഇത് കുഞ്ഞാപ്പിക്ക് ജീൻസിൻ്റെയും 3/4 കൂടെ ഒരു ടോപ്പ്, ഇത് അവൾക്കൊരു ഉടുപ്പ്, ഒരു ടീഷർട്ട്, ഇതൊരു ടീഷർട്ട്, ഇതൊരു ടോപ്പാണ്, ഇതൊരു ടോപ്പ്. എനിക്കങ്ങനെ ജലദോഷം പിടിച്ചു. ഇതവൾക്കൊരു ടോപ്പ്, ഇതൊരു ടോപ്പ്, ഇത് അവൾക്കൊരു ഉടുപ്പ്. കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെട്ടിക്കകത്ത് ഇട്ടിട്ട്. അവൾക്കൊരു ഉടുപ്പ്, ഇത് അവൾക്കൊരു ടോപ്പ്, കുഞ്ഞാപ്പിക്കൊരു ടോപ്പ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നമുക്കെല്ലാം വാങ്ങിക്കുന്നുണ്ട്. ഇത് അവൾക്കൊരു ടോപ്പ്, ടോപ്പ് ആൻഡ് ടീഷർട്ട് രണ്ടുകൂടി ചേർന്ന മതിയാണ്. ഇതൊരു ടീഷർട്ട്, ഇത് കിച്ചണിലേക്ക് കുറച്ച് കിച്ചൺ ടവൽസ്. പിന്നെ ഇത് അമ്മക്കുട്ടിക്ക് ഒരു സോഫ്റ്റ് ബ്ലാങ്കറ്റ് വേണമെന്ന് പറഞ്ഞു, ഹോസ്റ്റലിലേക്ക് അവർക്ക് തണുപ്പത്തൊക്കെ പുതയ്ക്കാൻ. അതിനുള്ള ആളുകൾ ഇവിടെ നിവർക്കുന്നില്ല, ഇങ്ങനത്തെ സോഫ്റ്റ് ബ്ലാങ്കറ്റ്. അപ്പോൾ 3ാമത്തെ പെട്ടിയും കഴിഞ്ഞു. ബാക്കിയെല്ലാം എൻ്റെ തുണികളാണ്. ഇതിനകത്ത് 1 more പാത്രം ഉണ്ടായിരുന്നേ, ഞങ്ങളിങ്ങനെ കവർ ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് കണ്ടില്ല. ഇതണ്ട കറിയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു പാത്രം. അപ്പം നമുക്ക് ഈ പെട്ടിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളോട് കിട്ടി. തുണി നമ്മൾ മാറ്റി നോക്കിയപ്പോൾ ഇത് ഞാൻ അമ്മക്കുട്ടിക്ക് ഒരു ടോപ്പ് വാങ്ങിച്ചാണ്. ഇത് സെയിം ടോപ്പ് എനിക്കും ഉണ്ട്, ഞാൻ അവൾക്ക് എനിക്ക് ഓരോന്ന് വാങ്ങിച്ചാണ്. പിന്നെ കുഞ്ഞാപ്പിയുടെ ഒരു ടീഷർട്ട്, നല്ല രസമുണ്ട് കാണാൻ. ഇത് ഞാൻ അമ്മക്കുട്ടിക്ക് ഒരു ഇറക്കമുള്ളൊരു ടീഷർട്ട് വേണമെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് കുഞ്ഞാപ്പിക്കൊരു ഷിമ്മി, ഇത് കുഞ്ഞാപ്പിക്കൊരു ടോപ്പ്. ഞാൻ ഇത്രയും ഉള്ളെന്ന് വിചാരിക്കുന്നു ഈ പെട്ടിയിൽ. ഇനി മാറ്റുമ്പോൾ എന്തെങ്കിലും കണ്ടാൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇനി എൻ്റെ കുറച്ച് ബ്ലൗസിന് തുണിയുണ്ട്. ഇത് ഞങ്ങൾ പള്ളിയിൽ ഇങ്ങനെ ക്രിസ്മസ് പാട്ടൊക്കെ പാടാൻ വേണ്ടിയൊക്കെ വാങ്ങിക്കുമല്ലോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചില്ല, നമ്മുടെ സ്ക്വയർ, ക്രിസ്മസ് സ്ക്വയർ, അതിനൊക്കെ ഞങ്ങൾ വാങ്ങിക്കുന്ന ബ്ലൗസുകളാണ്. ചിലപ്പോൾ നമുക്കവിടെ തയ്പ്പിക്കാൻ പറ്റത്തില്ല, അവിടെ തയ്യക്കാർ കുറവാണ്, പിന്നെ ഭയങ്കര ചാർജുമാണ്. സാരിയേക്കാളും കൂടുതൽ വിലയാവും തയ്യക്കൂലി. അതുകൊണ്ട് ഞാൻ അത് തയ്പ്പിച്ചില്ല. അതെനിക്ക് വേറെ ബ്ലൗസ് ഉണ്ടായിരുന്നു, അതാണ് ഇട്ടത്. അപ്പോൾ ഇതെനിക്ക് തയ്പ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത് ലൈനിങ് ഒക്കെ വാങ്ങിച്ചിട്ട് തയ്ക്കാൻ കൊടുക്കണം. ഇതെൻ്റെ ഒരു കസിൻ ദുബായിൽ നിന്ന് വന്നപ്പോൾ ഒരു സാരി തന്നു, അതിൻ്റെ ബ്ലൗസാണ്. പിന്നെ ഇതും ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ച് വാങ്ങിച്ചൊരു സാരിയുടെ ബ്ലൗസാണ്. ഓനോണോ ഇതെനിക്ക് മമ്മി തന്നൊരു സാരിയാണ്, മമ്മി ഗിഫ്റ്റ് തന്ന സാരിയാണ്. മമ്മി ഓൺലൈനിൽ കൂടെ ആണ് വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ ബ്ലൗസും തയ്പ്പിക്കണം. അപ്പോൾ ഈ തുണിയൊക്കെ മാറ്റിയപ്പോൾ കുറച്ച് സാധനങ്ങൾ കിട്ടിയേ. ഇത് ഞാൻ കുഞ്ഞാപ്പിക്ക് ചുമ്മാതെ ഒരു വീട്ടിൽ ഇടാൻ വേണ്ടി ഒരു നൈറ്റ് പോലെ, നൈറ്റിലൊക്കെ ഇടാനായിട്ട് ഒരു ടീഷർട്ട് കുഞ്ഞാപ്പിക്ക്. ടീഷർട്ട് ഇത് അവൾക്ക് 3/4, ഇങ്ങനെ ഒരെണ്ണം, ഇങ്ങനെ ഒരെണ്ണം, ഇത് 2 കൂടെ ഒരുമിച്ചാണ്. വേറൊരു 3/4, വേറൊരു ടോപ്പ്. അപ്പോൾ ഗൈസ്, നമ്മുടെ 4ാമത്തെ പെട്ടി ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബെഡ്ഷീറ്റ് അമ്മയ്ക്ക്, പിന്നെ ഇവിടുത്തെ ആർക്ക് ആവശ്യത്തിനും എനിക്ക് നമ്മുടെ പൊടികളൊക്കെ കൊണ്ടുവരാനൊക്കെ ആയിട്ട് സിബ്ലോ ബൈ. അടുത്ത ബെഡ്ഷീറ്റ് ഇത് ഞാൻ കുഞ്ഞാപ്പിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത് നമ്മുടെ അമ്മക്കുട്ടിക്ക് കളർ, സ്പെഷ്യൽ കളർ, എന്താണ് എൻ്റെ പേര്? ഇത് അമ്മക്കുട്ടിക്ക് ഗൊനാഷിൻ്റെ ഹിമി ബ്രാൻഡിൻ്റെ പെയിൻറ്റ് വേണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. അവിടുന്ന് നല്ല വെയിറ്റ് ഉണ്ട്, 4 കിലോ വരുമുണ്ട്. ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. സിഗ്ലോ ബാഗ്, അമ്മയ്ക്ക് പെയിൻ ബാഗ്, കുഞ്ഞാപ്പിക്ക് ഷൂ, അണ്ടർ ആർമറിൻ്റെ ഷൂ,
ഗാർണിയറിൻ്റെ ഷാമ്പു ആൻഡ് കണ്ടീഷണർ. പിന്നെ കുറച്ച് ജ്യൂസൊക്കെ എടുക്കുന്ന ഒരു സെറ്റ് 1/2 ഡസൻ ഗ്ലാസ് വീട്ടിലെ പേർക്ക്. കുഞ്ഞാപ്പ ഇവിടെ നമ്മുടെ ഇവിടുത്തെ ഓണക്കോടിയൊക്കെ ഇട്ട് റെഡിയായി വന്നിട്ടുണ്ട്. കുളിച്ച് മിടുക്കിയായിട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ഇത് അമ്മയ്ക്കൊരു ഒലയുടെ ക്രീം, ഫേസ് ക്രീം. ബാക്കിയെല്ലാം എൻ്റെ ഹസ്ബൻഡിൻ്റെ തുണികളാണ്. ഇവിടെ ഒരു എന്താണ്, ഒരു സോപ്പുണ്ട്, ഒരു പെയിൻ ബാമുണ്ട്, കുറേ സോപ്പുണ്ട്. അതൊക്കെ ഞാൻ ഓൾറെഡി എടുത്ത് അമ്മയ്ക്ക് കൊടുത്തു. ഇങ്ങനത്തെ കുറേ സോപ്പ്, പിന്നെ വേറൊരു പാക്കറ്റ് സോപ്പ്, അത് ഓൾറെഡി എടുത്ത് കൊടുത്തു. പെയിൻ ബാം ഇത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഹസ്ബൻഡിൻ്റെ സ്റ്റഫാണ്. അപ്പം ഞങ്ങളുടെ ഹാൻഡ് ക്യാരിക്കകത്ത് രണ്ടിനകത്തും ഞങ്ങളുടെ പേഴ്സണൽ തിങ്സാണ്, ഞങ്ങളുടെ ക്ലോത്ത്സും അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ഇതിനകത്ത് എൻ്റെ ഹാൻഡ് ക്യാരിക്കകത്ത് ഒരു സിപ്ലോ ബാഗ് ഉണ്ടായിരുന്നു, ബിഗ് സിപ്ലോ ബാഗ്, അതെടുത്തു. ബാക്കിയെല്ലാം ഞങ്ങളുടെ തുണികളാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ കൊണ്ടുവന്നത്. പിന്നെ നമ്മുടെ കുപ്പിയുണ്ട്, ഒരു 3-4 കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. ഷിവാസ്, റിമി മാർട്ടിൻ, ജോണി വാക്കർ, ബ്ലാക്ക് ഗോൾഡ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കാണിക്കാം. അപ്പോൾ അത്ര സംഭവമാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പം നമുക്ക് ഈ തുണിക്കകത്തിൽ നിന്ന് ഞങ്ങളിങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. തൻ്റെ 2 more കിട്ടി. ഏതായാലും ഒന്നും പൊട്ടിയില്ല കേട്ടോ. പെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടപ്പോൾ ഞാൻ ഓർത്തു, ഞങ്ങൾ ഡിക്കി തുറന്നപ്പോൾ ഒരു പെട്ടി താഴെ പോയി. എനിവേ ഒന്നും പൊട്ടിയിട്ടില്ല. 2 more ഉണ്ട് ഇങ്ങനത്തെ. പിന്നെ കിച്ചൺ യൂസ് 1 more റേസർ, കുറച്ചുകൂടെ ബ്രഷ്, കുഞ്ഞാപ്പിക്ക് 1 more സ്റ്റോറി ബുക്ക്. നമ്മുടെ സാധനങ്ങളെല്ലാം കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ, നമ്മുടെ പെട്ടിയെല്ലാം കഴിഞ്ഞു ക്ലിയർ ആയിട്ട്. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ കോഫി പൗഡറുണ്ട്, റിമി മാർട്ടിൻ്റെ ബോട്ടിൽ, ജോണി വാക്കർ ബോട്ടിൽ. ഇനി 2 more ഉണ്ട്. ഇത് കുറച്ച് ബാത്തിങ് സോപ്പ്. അപ്പോൾ ഈ ക്യൂട്ട് ബാഗ് ഞാൻ കുഞ്ഞാപ്പിക്ക് കൊണ്ടുവന്നാണ്. ഈ ക്യൂട്ട് ബാഗ് ഇത് കുഞ്ഞാപ്പിക്ക് കൊണ്ടുവന്ന ടോയാണ്, ബോളിങ്. ഞാൻ ഓർത്ത് എന്തെങ്കിലും പൊട്ടുവന്നു, പക്ഷെ ഒരു കുഴപ്പമില്ലായിരുന്നു, എല്ലാം നല്ലതായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ കുഞ്ഞാപ്പിക്ക് കുറേ വാട്ടർ കളർ കൊണ്ടുവന്നേ, അതാണ് വാട്ടർ കളർ. ക്രയോൺസിൻ്റെ കുറച്ച് കളേഴ്സും ഉണ്ട്.